ആപ്പിൾ, സ്പേസ് എക്സ്, ഫ്ലിപ്കാർട്ട് ഇവർക്കെല്ലാം ഒരു കോമൺ സീക്രട്ട് ഉണ്ടായിരുന്നു. അവരെങ്ങനെ അവരെ എംപ്ലോയീസിനെ വർഷങ്ങളോടെ കൂടെ നിർത്തി എന്നറിയാമോ? അത് വലിയ ശമ്പളം കൊടുത്തിട്ട് മാത്രമായിരുന്നില്ല, അവർക്ക് അവരുടെ കമ്പനീന്റെ ഷെയർ കൂടി നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിന് മെയിനായിട്ട് നമുക്ക് രണ്ട് രീതിയിൽ സ്ട്രക്ചർ ചെയ്യാം. ഒന്ന് ESOP ആയിട്ടും സ്വെറ്റ് ഇക്വിറ്റി ആയിട്ടും. ESOP അഥവാ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി നിശ്ചയിച്ച വിലക്ക് ആ കമ്പനിയുടെ ഷെയറുകൾ വാങ്ങാനുണ്ടാവുന്ന ഒരു അവസരം എംപ്ലോയീസിന് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫ്ലിപ്കാർട്ടിന് വാൾമാർട്ട് ഏറ്റെടുത്തപ്പോഴും ഇപ്പം റീസെന്റ് സ്പേസ് എക്സിന്റെ IPO വന്നപ്പോഴും ഒരുപാട് അവരെ ജീവനക്കാർക്ക് കുറേ സാമ്പത്തിക ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി സ്വെറ്റ് ഇക്വിറ്റി എന്ന് പറയുകയാണെങ്കിൽ എംപ്ലോയീസിനോ ഡയറക്ടേഴ്സിനോ അവർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ നോഹോ അല്ലെ വേറെ എന്തെങ്കിലും മൂല്യങ്ങൾ കമ്പനിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് പകരമായി കൊടുക്കുന്ന ഷെയറുകളെയാണ് ഈ സ്വെറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരുന്നു സ്റ്റീവ് ജോബ്സിന്റെ നെക്സ്റ്റ് എന്ന ടെക്നോളജി ആപ്പിൾ ഏകദേശം $429 മില്യൺ വാങ്ങാനും അത് അവരുടെ ഫ്യൂച്ചർ ടെക്നോളജിന്റെ ബേസ് ആയിട്ട് മാറാനും കാരണം. നിങ്ങളൊരു SME ഓണർ ആണെങ്കിൽ തുടക്കത്തിന്റെ വലിയ ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓണർഷിപ്പ് ഇതുപോലെ ഡൈലൂട്ട് ചെയ്യും നല്ല ടാലന്റിനെ ലോങ് ടേം ബേസിൽ കൂടെ നിർത്താൻ സഹായിക്കും. അപ്പോൾ അവർ ഒരു എംപ്ലോയീസിനപ്പുറം ഒരു ഓണേഴ്സിനെ പോലെ നിങ്ങളെ കൂടെ നിന്ന് നിങ്ങളെ ബിസിനസ് വളരാൻ സഹായിക്കും.